ഇന്നലെ വെച്ച നല്ല ഒന്നാം തരം വറുത്തരച്ച ചക്കക്കുരുവും പാവയ്ക്കയും കൂടെയുള്ള തീയലുണ്ട്. പക്ഷെ പച്ചക്കറിയുമില്ല, മീനുമില്ല. അപ്പം അമ്മ പറഞ്ഞു, നീ മറന്നോ ഈ കോമ്പോ? നല്ല പയർ ചമ്മന്തി അരച്ചാൽ മതി, പപ്പടം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ചൂട് ചോറിൽ തീയലും ചെറുപയർ ചമ്മന്തിയും പപ്പടവും കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോഴുണ്ടല്ലോ, പൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറുപയർ ചമ്മന്തി അരയ്ക്കാം. ഒരു ഇരുമ്പ് ചട്ടിയിലോട്ട് ഒരു 1/4 കപ്പോളം ചെറുപയർ പരിപ്പ് നല്ലതുപോലെ അങ്ങോട്ട് മൂക്ക വറുത്തെടുക്കാം. ഒരു 4-5 മിനിറ്റ് മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, 4-5 വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു 1/2 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം, കൂടുതൽ വേണ്ട കേട്ടോ. ഇനി അതങ്ങോട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ചമ്മന്തി റെഡി. ഇനി കൈവെള്ളയിലിട്ട് അങ്ങോട്ട് ഉരുട്ടി കഴിഞ്ഞാൽ അപ്പോഴാണ് ആ ചമ്മന്തി കംപ്ലീറ്റ് ആവുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചോറ് വിളമ്പാം. അപ്പോൾ നല്ല ചൂട് ചോറും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വറുത്തരച്ച തീയൽ, പാവയ്ക്കയും ചക്കക്കുരുവാണേ, അടിപൊളിയാണ്. കൂടെ നമ്മുടെ പയർ ചമ്മന്തി.